നിലമ്പൂരിൽ എം സ്വരാജിന് വ്യക്തിഗത വോട്ട് നേടാനായില്ല എന്ന് CPI. സംസ്ഥാനത്തെ പ്രധാന നേതാവിനെ ഇറക്കിയിട്ടും ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ല. പരാജയ കാരണം പഠിക്കാൻ CPI 3-അംഗ സമിതിയെ നിയോഗിച്ചു. സേഫുണ്ട് വിവരങ്ങൾ നൽകാനായി. സേഫ്, ഇതിൽ CPI ചൂണ്ടിക്കാണിക്കുന്നത് CPM-ന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവിടെ മത്സരിക്കാൻ നിർത്തിയിട്ടും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് CPI പറയുന്നത്. എന്താണ് CPI-യുടെ ഒരു നിഗമനം? CPI-യുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായ PP സുനീർ ആ മണ്ഡലത്തിന്റെ CPI-യുടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ്. ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചുമതല നിലമ്പൂരിൽ വഹിച്ച ആൾ കൂടിയാണ് PP സുനീർ. അദ്ദേഹമാണ് ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിലാണ് പ്രധാനമായും പറയുന്നത് സ്വരാജിന് വ്യക്തിഗത വോട്ടുകൾ നേടാനായില്ല എന്നുള്ളതാണ്. അതിനകത്തൊരു വിമർശന സ്വഭാവത്തിൽ CPI പറഞ്ഞു വെക്കുന്ന കാര്യം. പോത്തുകല്ല് സ്വരാജിന്റെ ജന്മദേശമാണ്. പോത്തുകൽ, കരുളായി, അമരമ്പലം, നിലമ്പൂർ നഗരസഭാ മേഖലകളിലാണ് ഇടതുമുന്നണി ഏറ്റവും കൂടുതൽ വോട്ട് പ്രതീക്ഷിച്ചിരുന്നത്. അവിടെ കാര്യമായ വോട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഫലം മറ്റൊന്നു തരത്തിലായി പോയേനെ എന്നുകൂടി CPI-യുടെ ഒരു വിലയിരുത്തലായിട്ട്, ഒരു പ്രാഥമിക വിലയിരുത്തലായിട്ട് CPI പങ്കുവെക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു റിപ്പോർട്ട് ഇന്നലെ PP സുനീർ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ട് അവതരിപ്പിച്ചതിന് ശേഷം ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തോൽവി പരിശോധിക്കാൻ വേണ്ടി ഒരു 3-അംഗ കമ്മിറ്റിയെ CPI നിയോഗിച്ചിട്ടുണ്ട്. അത് PP സുനീർ ഉണ്ട് അതിനകത്ത്, അതുപോലെ തന്നെ സത്യൻ മൊകേരി ഉണ്ട്, അതുപോലെ P സന്തോഷ് കുമാർ MP. ഇവർ 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി CPI നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും വിചാരിച്ച പോലെ സംസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഇറക്കിയിട്ട് പോലും വ്യക്തിപരമായി വോട്ടുകൾ അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് CPI വിമർശന സ്വഭാവത്തിൽ പറഞ്ഞു വെക്കുന്നത്. അജി.